എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല ആൾക്കാരും സോളാറിനെ കുറിച്ച് പറയുന്നൊരു ഇതാണ്. ഇപ്പോൾ നമുക്ക് 3 കിലോ വാട്ട്സ് 5 കിലോ വാട്ട്സ് ആണ് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ സോളാർ ചെയ്യുന്നത്. ഇപ്പം ഇപ്പോൾ പറഞ്ഞു പുള്ളിക്കാരത്തെ വീട്ടിൽ ഇപ്പോൾ 2 AC ഉണ്ട്, ഒരു 5000 മുകളിലൊക്കെ ബില്ല് വരുമായിരിക്കാം. ഇനി ഒരു 2000 ഒക്കെ ബില്ല് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സോളാർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരി, അപ്പോൾ അതിലാദ്യം പറയാനുള്ളത്, നമുക്കിപ്പോൾ സോളാർ നിലവിൽ നമ്മൾ സോളാർ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരാളുടെ നിലവിലെ ബില്ല് നോക്കിയാണ് നമ്മൾ പ്ലാന്റ് വയ്ക്കുക. അതായത് ഇപ്പം ബേസിക് ഒരു 1000 രൂപ മുതൽ 5000 രൂപ വരെ, 5000 തൊട്ട് 10000 വരെ, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ എത്ര കിലോ വാട്ട് വേണം എന്ന് തീരുമാനിച്ചാണ് പ്ലാന്റ് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ചോദിച്ച പോലെ 2000 രൂപ നിലവിൽ ബില്ല് വരുന്നുള്ളൂ. അപ്പോൾ അതൊരു മിനിമൽ ബില്ലാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു 2 വർഷം മുന്നേ അല്ലെങ്കിൽ 3 വർഷം മുന്നേ വരെയൊക്കെ ഒരു ദിവസം കറണ്ട് ഇല്ലാത്തൊരു ദിവസം, ഒരു പവർ കട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പവർ ഓഫ് ചെയ്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. നമ്മൾ പല മറ്റ് ആക്ടിവിറ്റികളിൽ ഏർപ്പാട് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പോകും, വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. ഒരു ദിവസം പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും കറണ്ട് പോകുന്നൊരു സാഹചര്യം പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. കാര്യം നമ്മുടെ വർക്കും നമ്മുടെ വീട്ടിലെ അപ്ലയൻസസും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് അങ്ങനെ എല്ലാം ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു കാര്യം പറ്റില്ല. അപ്പോൾ നിലവിലിപ്പോൾ 2000 രൂപ ബില്ല് വന്നാലും ഭാവിയിൽ എന്തായാലും കൂടുകയുള്ളൂ. ഇലക്ട്രിക് ചാർജ് കൂടും, നമ്മുടെ ഉപയോഗം കൂടും, ചൂട് കൂടുന്നുണ്ട്, AC വയ്ക്കും നമ്മൾ. കാര്യം നമ്മുടെ ലൈഫ് എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ട് ഇതെല്ലാം കൂടി വരും. സോ എന്തായാലും കറണ്ട് ബില്ല് കൂടുകയുള്ളൂ.